ഹായ്, നമസ്കാരം. ഇവിടെ ഫിൻലാൻഡിൽ നഴ്സുമാർക്ക് ഇവിടെ വരാനായിട്ട് നഴ്സിംഗ് പഠിക്കുവാനായിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരിയധികം ആൾക്കാരുണ്ട് നാട്ടിൽ. അപ്പോൾ കുറച്ച് പേര് സോഷ്യൽ മീഡിയ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നു, എന്താണ് ഇങ്ങനെ കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. ഇപ്പോൾ നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് പഠിക്കാൻ വരുമ്പോൾ നിങ്ങൾ ഫീസ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതുമാത്രമല്ല, ഇവിടുത്തെ ചിലവിനുള്ള പൈസയും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ നിങ്ങൾ പാർട്ട് ടൈം ജോലി പാർട്ട് ടൈം ജോലി പ്രതീക്ഷിച്ചാണ് വരുന്നതെങ്കിൽ നിങ്ങൾ ഏത് സ്ഥലത്തേക്കാണ് വരുന്നത്, ഫിൻലാൻഡിലെ ഏത് സിറ്റിയിലാണ് വരുന്നത്, അതിനനുസരിച്ചിരിക്കും ഇവിടെ പാർട്ട് ടൈം ജോലി കിട്ടാനുള്ള സാധ്യതകൾ. ഇപ്പം നിലവിലെ സാഹചര്യത്തിൽ പാർട്ട് ടൈം ജോലി കിട്ടാനായിട്ടുള്ള സാധ്യതകൾ വളരെ പരിമിതമാണ്. ഇവിടെ വന്നിട്ടുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അറിയാൻ സാധിക്കും. കാരണം കുറച്ച് ആളുകൾ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു, പറഞ്ഞു ഇവിടെ പല ഉൾപ്രദേശങ്ങളിലെ യൂണിവേഴ്സിറ്റികളിലേക്കാണ് വന്ന് പെട്ടിരിക്കുന്നത്. കാരണം പാർട്ട് ടൈം ജോലി ഒന്നും കിട്ടാനില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ നാട്ടിൽ സാമ്പത്തികമായിട്ട് നല്ല രീതിയിലുള്ള ആൾക്കാരാണ്, സാമ്പത്തിക സ്ഥിതി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്ത് ചിലവിന് പൈസ കണ്ടെത്തേണ്ട കാര്യമില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കയറിപ്പോരാം, ഒരു പ്രശ്നമില്ല. പിന്നെ ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സ് ഏതാണോ അതിനനുസരിച്ചിരിക്കും ആ ജോലിയുമായിട്ട് അല്ലെങ്കിൽ ആ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലികൾ കിട്ടുന്നതിനുള്ള സാധ്യതകൾ. ഇവിടെ പലരും ഡിഗ്രി കോഴ്സുകളും മാസ്റ്റേഴ്സ് വരെ ചെയ്തിട്ട് ക്ലീനിങ് ജോലിയും അതുപോലെ തന്നെ മറ്റുള്ള അങ്ങനത്തെ ചെറിയ ജോലികൾ ചെയ്യുന്ന ആളുകൾ ഒത്തിരി ഉണ്ട് ഇവിടെ. അപ്പോൾ ജോലി കിട്ടാനായിട്ട് ഗ്യാരണ്ടി ഒന്നുമില്ല. ഇവിടെ പഠിച്ചുകൊണ്ട് ഇവിടെ ജോലി കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മൾ പഠിക്കുന്ന ആ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള തൊഴിലുകൾ കിട്ടണമെന്ന് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ച് നഴ്സുമാരായിട്ടുള്ള ആളുകൾക്ക് ഇവിടേക്ക് വരാനായിട്ടുള്ള ഏറ്റവും നല്ല ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ജോലിക്കായിട്ട് വരുന്നത്. അതിപ്പോൾ ഇവിടെ വരുന്നത് പ്രാക്ടിക്കൽ നഴ്സായിട്ടാണ് തുടക്കത്തിൽ. എന്നിരുന്നാൽ പോലും അവർ ശമ്പളത്തോടു കൂടി അവർക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. ശമ്പളത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇവിടെ മറ്റ് നഴ്സുമാർക്ക് കിട്ടുന്നതിനെ അപേക്ഷിച്ച് ഒത്തിരി വ്യത്യാസങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ശമ്പളത്തോടു കൂടി ഇവിടെ വർക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് പഠിക്കാനായിട്ട് വരുന്നതിനേക്കാൾ. ഇപ്പോൾ നഴ്സിംഗ് ടോപ്പപ്പ് കോഴ്സുകൾ ഒത്തിരി യൂണിവേഴ്സിറ്റികൾ ഇവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നഴ്സുമാരായിട്ട് ജോലിക്ക് നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഇവിടുത്തെ മുനിസിപ്പാലിറ്റികൾ അല്ലെങ്കിൽ അതോറിറ്റികൾക്ക് ചിലവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കൊണ്ടുവരുന്നതിന് അവരുടെ മൊത്തം ചിലവ് പറയുന്നത് ഏകദേശം ഒരു 10,000 യൂറോ ആണ് ഒരു നഴ്സിനെ നാട്ടിൽ നിന്ന് റിക്രൂട്ട് ചെയ്ത് അവരെവിടേക്ക് എത്തിക്കുന്നതിന്. അപ്പോൾ അതുപോലെ തന്നെ അപ്പോൾ അത്രയും ഒത്തിരിയധികം ആൾക്കാർ വരുമ്പോൾ അത്രയധികം പൈസ ചിലവുണ്ട്. അപ്പോൾ അവർ നോക്കിയപ്പോൾ പൈസ ചിലവില്ലാത്ത രീതിയിൽ എങ്ങനെ ഈ ആളുകളെ എവിടേക്ക് എത്തിക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള അവരുടെ ബുദ്ധിപരമായ നീക്കമാണ് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റികളിൽ ടോപ്പപ്പ് കോഴ്സുകൾ തുടങ്ങി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയനിന് പുറത്തുള്ള രാജ്യങ്ങളിൽ നഴ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത ആളുകളാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ GNM ആണെങ്കിലും BSc ആണെങ്കിലും കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് കോഴ്സുകൾ ചെയ്ത് അവർക്ക് ഇവിടെ ലൈസൻസ് ലഭ്യമാക്കാനുള്ള ഒരു സംവിധാനമാണ്, ഒരു കോഴ്സാണ് ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. അപ്പോൾ ആ കോഴ്സിന് ഒരു ഫീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നഴ്സായിട്ട് വരുമ്പോൾ ഇവിടേക്ക് പൈസ ഒന്നും കൊടുക്കണ്ട, ഏജൻസി 1,00,000 രൂപയോ എത്രയാണ്ടായിരുന്നു മേടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത്രയും ചിലവിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്ത് സാലറിയോട് കൂടി ജോലി ചെയ്യാവുന്നതായിരുന്നു മുമ്പ്. ഇപ്പോൾ ഈ നിങ്ങൾ പഠിക്കാനായിട്ട് വരുമ്പോഴുള്ള പ്രധാനമായിട്ടുള്ള വ്യത്യാസം, നിങ്ങൾ ഫീസ് കൊടുക്കണം. 10,000 മുതൽ 12,000 രൂപ വരെ ഓരോ യൂണിവേഴ്സിറ്റികളും ഇതിന് ഈ ടോപ്പപ്പ് കോഴ്സിന് ചാർജ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജീവിക്കാനുള്ള ചിലവിനും കാര്യങ്ങൾക്കും പാർട്ട് ടൈം ജോലി ഒരു ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒന്നും പറയാൻ സാധിക്കില്ല, കിട്ടുമോ കിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അതിനുള്ള കരുതലും നിങ്ങൾ കരുതിയിട്ട് വേണം വരാനായിട്ട്. അപ്പോൾ അങ്ങനെ ഈ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടുമെന്ന് യാതൊരുവിധ ഉറപ്പുമില്ല. ഇപ്പോൾ നിലവിലെ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒത്തിരിയധികം നഴ്സുമാരെ വേക്കൻസിയും കാര്യങ്ങളും ഉണ്ട്. ഒത്തിരിയധികം വേക്കൻസി ഉള്ള സമയത്ത് തന്നെ ഇവിടെ പല കമ്പനികൾ അല്ലെങ്കിൽ പല ഹെൽത്ത് കെയർ സെക്ടറുകളിലും ആളുകളെ പിരിച്ചുവിടുന്ന സമയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ
അവർക്ക് ശമ്പളം കൊടുക്കാനായിട്ട് പറ്റുന്നില്ല. അതുപോലെ തന്നെ അവരുടെ സാമ്പത്തികമായിട്ട് ഫിൻലാൻഡ് സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല, ഇവിടെ തൊഴിലില്ലായ്മയും രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഭാഗത്ത് തൊഴിലാളികൾ ഇല്ലാത്തതിൻ്റെ പ്രശ്നവും മറുഭാഗത്ത് ആളുകൾക്ക് തൊഴിൽ ഇല്ലാത്തതിൻ്റെ പ്രശ്നവും. അപ്പോൾ എല്ലാം കൂടി ആകെ എന്താ പറയുക, അങ്ങനെയുള്ളൊരു അവസരത്തിലാണ് ഇപ്പോൾ ഫിൻലാൻഡ് കടന്നു പോകുന്നത്. അപ്പോൾ നിങ്ങൾ വരാനായിട്ടുള്ള ആളുകൾ ഇപ്പോൾ ഉപരിപഠനത്തിന് നിങ്ങൾക്ക് ഒത്തിരിയധികം ഓപ്ഷൻസ് ഉണ്ട്. ഫിൻലാൻഡിനെ കുറിച്ച് ഇപ്പോൾ മീഡിയയിൽ വരുന്ന വാർത്തകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ല ഹൈപ്പ് കൊടുത്തിരുന്നു. പക്ഷേ അത് ഈ പറഞ്ഞ പോലെ നിങ്ങൾ എന്താ പറയുക, പല യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളും പുറത്തേക്ക് അറിയുന്നില്ല. അത് തന്നെയാണ് അതിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ വരാനായിട്ടുള്ള ആഗ്രഹം ഉള്ള ആളുകൾ, നഴ്സുമാരാണ് പറയാനുള്ളത്, നിങ്ങൾ ജോലിക്കായിട്ട് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ഓപ്ഷൻ. ഇനി അതല്ല, നിങ്ങൾക്ക് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് പോരാം. ടോപ്പ് അപ്പ് കോഴ്സ് ചെയ്യാം, ഫീസ് കൊടുക്കുക. അതുപോലെ തന്നെ ഫീസ് കൊടുത്ത് ടോപ്പ് അപ്പ് കോഴ്സ് ചെയ്യാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ ടോപ്പ് അപ്പ് കോഴ്സ് ചെയ്യാൻ വരുന്ന ആളുകൾ ഫീസും കൊടുത്ത് നാട്ടിലെ ഏജൻറ്റിനും പൈസയും കൊടുത്ത് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഏജൻറ്റിന് പൈസ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ, ഏജൻറ്റ് ഫ്രീ ആയിട്ടാണോ കൊണ്ടുവരുന്നത് എനിക്കറിയില്ല അതിനെക്കുറിച്ചിട്ട്. അതുകൊണ്ട് അത് അന്വേഷിച്ചിട്ട് ഇത് ചെയ്യുക. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ കൊണ്ടുവരാനായിട്ടുള്ള ഫാമിലിയെ കൊണ്ടുവരുന്ന കാര്യം, ഇവിടെ വന്നിട്ട് ജോലിയില്ലാതെ ഇരിക്കുന്ന സമയത്ത് ഫാമിലിയും കൂടെ കൊണ്ടുവന്നിരുന്ന അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇനിയിപ്പോൾ ഫാമിലി ഹസ്ബൻഡും വൈഫും നേഴ്സാണെങ്കിൽ ബെറ്റർ ഓപ്ഷൻ ഞാൻ പറയുകയാണെങ്കിൽ നേഴ്സിൻ്റെ ജോലിക്കായിട്ട് വരുന്നതായിരിക്കും.